ഹലോ, ഇന്ന് നമ്മുടെ വിഷുമോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ ഉപ്പച്ചിൻ്റെ കൂടെ മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അംഗൻവാടിക്ക് പോകുന്നതിൻ്റെ മുന്നേ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മിഠായിയാണ് വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ചിലപ്പം ചില ദിവസമൊക്കെ പോകാൻ മടിയാവലുണ്ട്, പക്ഷെ ഇന്ന് മിഠായിയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവന് വളരെ ഹാപ്പിയാണ് കേട്ടോ. അവൻ്റെ സ്മാർട്ട് അംഗൻവാടിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ അംഗൻവാടിയും ആ മിഠായി കൊടുക്കുന്നതും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ചെറിയ ഷോപ്പിൽ നിന്ന് തന്നെയാണ് മിഠായിയൊക്കെ വാങ്ങിയത് കേട്ടോ. മഞ്ചിൻ്റെ മിഠായിയാണ് വാങ്ങിയത്. അപ്പോൾ അതും കൊണ്ടുപോകാൻ അംഗനവാടിക്ക് നടന്ന് പോവാണ്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് അംഗനവാടി കേട്ടോ. കുറഞ്ഞൊരു ദൂരമുള്ളൂ. വീടിൻ്റെ അവിടെ നിന്ന് ഒരു വളവ് കഴിഞ്ഞാൽ അംഗനവാടിയാണ്. അപ്പം അങ്ങനെ അവന് മിഠായിയും കൊണ്ട് പോവാണ്. മഞ്ചിൻ്റെ മിഠായിയാണ് അവന് വാങ്ങിയത്. ഒരു പാക്ക് ഉണ്ട്, അത് ഫുള്ളും കൊണ്ടുവന്ന് പോവാണ്. ഇത്ര സന്തോഷത്തിലുള്ള അംഗനവാടിക്ക് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഇതായി കാണാണ് അംഗനവാടി. ഓനെ അംഗൻവാടി ഇപ്പോൾ സ്മാർട്ട് അംഗൻവാടി ആക്കിയിട്ട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചുമരുകളൊക്കെ നല്ല ഓരോ ചിത്രങ്ങളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി അംഗൻവാടി ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കും കണ്ടാൽ പോവാൻ തോന്നുന്ന അംഗൻവാടിയാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനിവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. ചെരുപ്പ് കണ്ടപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്ന് തരുന്ന പോലെ ചാറ്റ് എന്നിട്ട് പോവാം. അപ്പോൾ ഞാനും ഉണ്ട്, മിഠായി എടുക്കണേ എനിക്കും കാണണം എന്ന് പറഞ്ഞിട്ട് ഞാനും പോവുകയാണ്. മിഠായി കൊണ്ട് തന്നെ ഓനും ഹാപ്പിയാണ്. വാതിൽ തുറന്ന് അംഗൻവാടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുട്ടികളൊക്കെ കണ്ടപ്പോൾ അവരതിലേറെ ഹാപ്പിയാണ് കേട്ടോ. മിഠായി രാവിലെ തന്നെ മിഠായിയൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ എല്ലാവരും വിഷുമോ മിഠായി കൊടുന്ന ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ അപ്പുറത്തേനു ടീച്ചറുടെ അടുത്തേക്ക് ഓനെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോവാണ്. ഓനും ഓൻ്റെ കൂട്ടുകാരൻ ഷെയ്മോനും കൂടിയാണ് ടീച്ചറോട് പറയാൻ പോകുന്നത്. അപ്പോൾ ടീച്ചർ എല്ലാവർക്കും മിഠായി വേണ്ട, എല്ലാവരും സീറ്റിലിരിക്കുന്നൊക്കെ പറഞ്ഞ് ടീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചറാണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് കേട്ടോ കുട്ടികളോട് സംസാരിക്കുക. നല്ല ഇഷ്ടമാണ് ടീച്ചർ. എല്ലാ കുട്ടികൾക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് കുട്ടികളോടൊക്കെ അവരുടേതായ രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ടാണ് ടീച്ചർ സംസാരിക്കുകയൊക്കെ ചെയ്യട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു പറയും. കയ്യടിക്ക്, എല്ലാവരും കയ്യടിക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. വിഷ് യു. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ അവന് മിഠായിൻ്റെ പാക്ക് ടീച്ചർ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ടീച്ചർ ഓരോരുത്തർക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും സീറ്റിൽ പോയി ഇരിക്കാൻ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അവനക്കൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ ടീച്ചർ പറയാണ്. ഞങ്ങളുടെ റെസിമോനുണ്ട് കേട്ടോ കൂടെ. അവനും ഇവിടെ കളിക്കാണ്. ഇവിടെ കളിക്കാനൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൽ കയറിയിട്ട് കളിക്കാണ് അവന്. അത് കാശിക്കുണ്ട്. കാശല്ല ആദ്യത്തെ. അല്ലൂന് അല്ലൂന്. ഇനി റിതുവിന്. റിതുവിനുണ്ട്. ആദിക്ക് 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 ആദി. ഇനൂന്. ഇനി നിച്ചുവിന്. നിച്ചുനതാ തെരഞ്ഞി. ഇനി തെമിക്ക്. ഇനി സയ്യൂന് ചെയ്യൂന്. പൊളിച്ചര അവനെ എല്ലാവർക്കും കൊടുക്കട്ടെ. ഇനി വന് റബിക്ക്. ഇനി ഫിലൂന്. ഇനി അപ്പൂസിന്. ഞാൻ എൻ്റെ കുട്ടിക്ക്. ടീച്ചർക്കും ഞാൻ ടീച്ചർക്കും ഉണ്ട്. ഇല്ലേ അല്ല എനിക്ക്
ലാസ്റ്റ് അവന് ടീച്ചർക്ക് ഒരു മിഠായി എടുത്തു, ടീച്ചർ അവനക്ക് ഒരു മിഠായി എടുത്തു. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെറിയൊരു കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അവന് അംഗനവാടി വിട്ട് വരുമ്പോഴൊക്കെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കേക്ക് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കൊണ്ടോട്ടേക്കാണ് പോകുന്നത്. അവിടെ കേക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അപ്പോൾ വ്യത്യസ്ത കുറേ കേക്കുകളുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടാണ് പോകുന്നത്. എന്നിട്ട് അത് ഓനെ അംഗനവാടി വിട്ട് വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓനെ അംഗനവാടി വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവനോട് മേശ നോക്കിയിട്ട് ഓൻ തന്നെ കയറിപ്പോക്കും. കുറച്ച് ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അംഗനവാടിക്കൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സും അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. മക്കളുടെ സന്തോഷമല്ലേ നമുക്കും വലുത്. അപ്പോൾ ഇത് അവർക്ക് എനിക്ക് നല്ല സന്തോഷമായിരുന്നു. കേക്കാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ മെല്ലെ വന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ കേക്ക് കാണുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് മുറിച്ച് തിന്നണം എന്നുള്ളൊരു ഇതിലാണ്. ഹാപ്പി ബർത്ത്ഡേ വിഷു എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ കേക്ക് മുറിക്കാണ്. ഞങ്ങൾ കുഞ്ഞുവാവയുണ്ട് കൂടെ, രണ്ടാളും കൂടിയിട്ട് കേക്ക് മുറിക്കാണ്. പിന്നെ ഈവനിങ്ങിൽ സ്കൂൾ വിട്ട് വന്നപ്പോൾ താത്താരും അവരുടെ മക്കളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഉമ്മ വാങ്ങിച്ചിരുന്നു ഒരു കേക്ക് ചെറുതൊന്ന്. അപ്പോൾ അതും കട്ട് ചെയ്യാൻ കേട്ടോ രാത്രി. പിന്നെ എല്ലാവരും വന്നതുകൊണ്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. ഇമ്മ അത് റെഡിയാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.